നമുക്കറിയാം, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഏതാണ്ട് അടൂരിൻ്റെ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതുന്ന ഒരു വലിയ തനിമ നിറഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ മുറ്റത്താണ്. ഏതാണ്ട് രാജഭരണകാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടം. അത് കാഴ്ചയിൽ തന്നെ നമുക്കതിൻ്റെ പാരമ്പര്യവും പഴമയും ആയിരുന്നു ആ കെട്ടിടം. നമ്മുടെ അടൂരിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രോഗ്രാമുകളും, നമ്മുടെ സാംസ്കാരികമായാലും ക്രിസ്തുമസ്, ന്യൂ ഇയർ, ഓണം പോലെയുള്ള എല്ലാ പ്രോഗ്രാമുകളും, അതുപോലെ അടൂരിൽ വന്നുകൊണ്ടിരുന്ന എല്ലാവിധ മേളകളും നടന്നിരുന്ന ഒരു കെട്ടിടമാണ് നമ്മുടെ ഭരണകർത്താക്കളുടെ മികവ് കൊണ്ടും കഴിവുകൊണ്ടും കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് പൊളിക്കപ്പെട്ടത്. നമുക്കറിയാം, ഇത് കേരളത്തിലെ റവന്യൂ വകുപ്പിന് കീഴിൽ നിലനിന്നിരുന്ന ഒരു സമുച്ചയമായിരുന്നു. നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് പഞ്ചായത്ത് ഭരണകാലത്തുണ്ടായിരുന്ന ഒരു കെട്ടിടം മാറ്റി പുതിയത് നിർമ്മിക്കുന്നതിനായി റവന്യൂ വകുപ്പ് മുനിസിപ്പാലിറ്റിക്ക് ഏതാണ്ട് 2013 കാലഘട്ടങ്ങളിൽ അനുവദിച്ചു കൊടുത്ത ഒരു കെട്ടിടം. അവിടെ മുനിസിപ്പൽ ബിൽഡിംഗ് വരും എന്ന നിലയിൽ ഈ ഒരു പാരമ്പര്യമുള്ള ഒരു കെട്ടിടം നമ്മുടെ അടൂരിലെ ഭരണാധികാരികൾ പൊളിച്ചു നീക്കുകയായിരുന്നു. ശേഷം തുടർന്ന് വന്ന ഭരണകർത്താക്കൾ ഈ കെട്ടിടം അടൂരിലെ മുൻപുണ്ടായിരുന്ന രീതിയിൽ പണിയും എന്ന നിലയിൽ മുനിസിപ്പൽ കെട്ടിടത്തിന് മറ്റൊരു സ്ഥലം കണ്ടെത്തുകയും തുടർന്ന് ഇവിടെ വലിയൊരു പദ്ധതിക്കുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയെങ്കിലും നാളിതുവരെ ഇത് നടത്തുവാനായിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല. നിരവധി പദ്ധതികളിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിലും മറ്റുമൊക്കെ തന്നെ ഇതിന് കോടികൾ അനുവദിച്ചുകൊണ്ടുള്ള പദ്ധതികൾ എല്ലാ വർഷവും നമ്മൾ കാണാറുണ്ടെങ്കിലും ഈ പദ്ധതികളൊന്നും തന്നെ നാളിതുവരെ നടപ്പിലാക്കാനോ അതിനുള്ള ഒരു ആർജവമോ നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരികമായ നമ്മുടെ മേഖലകൾ നമുക്കറിയാം. ഈ ടൗൺ ഹാളിനോട് ചേർന്ന് തന്നെ പണ്ട് ശ്രീചിത്ര തിരുനാൾ, ഷഷ്ടിപൂർത്തി സ്മാരക ഗ്രന്ഥശാല പോലെയുള്ള ഗ്രന്ഥശാലകളും അടൂരിലെ സാംസ്കാരിക രംഗത്ത് വൈകിട്ട് നമുക്കറിയാം ഒരു വൈകുന്നേരം മുതിർന്ന ആൾക്കാരുടെ ഒരു സംഗമ ഭൂമി കൂടിയായിരുന്നു അടൂരിൽ നിലനിന്നിരുന്ന ഈ കെട്ടിടം. ഇത് പൊളിച്ചു നീക്കി ഇന്ന് വരെ ഇത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണം നടത്തണം എന്നുള്ളതാണ് അടൂരിലെ ജനവിഭാഗത്തിൻ്റെ ആവശ്യം. അത് നടത്തും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം.